ഹലോ, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നോമ്പ് 2ൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് 2ന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ റെഡിയാക്കാൻ വിചാരിച്ചിട്ടുള്ളത് മുട്ടക്കറി, അതുപോലെ തന്നെ ചിക്കൻ സമൂസ അതൊക്കെ ഉണ്ടോ. ഇന്നലെ ഞങ്ങൾ ബീഫ് സമൂസയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പതിര് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു സമൂസ മേക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇതാ സച്ചു സ്കൂളിലേക്കൊക്കെ പോയി. ലച്ചു ഇതാണ് ഈറ്റ് അവൾക്ക് കഞ്ഞി കൊടുക്കുകയാണ്. ഇന്ന് അത്താഴത്തിന് കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ലച്ചുവിന് കഞ്ഞിയാണ് കൊടുക്കുന്നത്. പിന്നെ ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അത്താഴത്തിന് എണീറ്റ സമയത്ത് തന്നെ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിടന്നത്. ഏതായാലും നമ്മൾ ആ ഒരു സമയം ഉണരും. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് കഴിച്ച് വെച്ചാൽ എണീറ്റ് വരുമ്പോൾ റാഹത്തല്ലേ. ഇപ്പോൾ കുറച്ച് ലൈറ്റായി എണീറ്റാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങൽ വൈകുന്നേരമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ്. പിന്നെ ചിക്കൻ സമൂസ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുള്ളത്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ പച്ച തേങ്ങയും പിന്നെ കുറച്ച് വലിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അരക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇത് പൊറോട്ടയിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ മെയിൻ ഫുഡായിട്ട് നമ്മൾ പൊറോട്ടയാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ മുട്ടക്കറി റെഡിയാക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്നും പത്തിരിയും തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ആകുമ്പോൾ മടുപ്പ് തോന്നൂലേ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുകയാണെങ്കിൽ ഞാൻ റെസിപ്പീസൊക്കെ ഓരോ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി എപ്പോഴും ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കൽ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ട സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ക്രഷായി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, അതുപോലെ തന്നെ ഗരം മസാല, ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടും ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓവർ ചേർക്കുമ്പോൾ അതിൻ്റെ കുത്തലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി അധികം പഴുക്കാത്ത തക്കാളി വേണേ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അതിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ചേർത്തപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവൻ മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഹാഫാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് സ്നാക്കാണ് കേട്ടോ റെഡിയാക്കാനുള്ളത്. എന്നൊന്നും സ്നാക്ക് ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സച്ചിന് നോമ്പുണ്ടായതിനെ കൊണ്ട് അവനക്ക് സ്നാക്ക് വേണം. പിന്നെ മാത്രമല്ല പിന്നെ അവർക്കല്ലേ കുട്ടികൾക്കല്ലേ അങ്ങനത്തെയൊക്കെ താല്പര്യം. അപ്പോൾ പിന്നെ അവനക്ക് നോമ്പുള്ള ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ സ്നാക്കൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ കറി
ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നേരെ സമൂസയിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാല വഴറ്റാനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറിക്ക് ചെയ്ത പോലെ തന്നെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്തെടുത്തതാണെന്ന് കരുതിയിട്ട് നമുക്ക് മസാലക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. മാത്രമല്ല നമുക്ക് പണികളൊക്കെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചോപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരുപാട് ഇത് വഴറ്റിയെടുക്കണ്ട, കാരണം നമ്മളിത് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്രൈ ആക്കുമല്ലോ, അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നോമ്പിന് പ്രത്യേകിച്ച് ചോപ്പറാണ് കേട്ടോ എല്ലാത്തിനും യൂസ് ആക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഉമ്മാൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഒന്നാണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ എടുക്കുമ്പോൾ പറയും, അവരത് കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കണ്ടേ. ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായിട്ടോ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കറണ്ടിനാണ് കേട്ടോ ഈ ഒരു ചോപ്പർ വർക്കാക്കുന്നത്. പിന്നെ ഒരുപാട് നമ്മൾ ഈ നൂല് വലിക്കുന്ന ചോപ്പർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും യൂസ് ആക്കിയിട്ട് ഇത്ര ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ചോപ്പറിനെ പറ്റി പറഞ്ഞ് വന്നപ്പോഴൊക്കെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമ്മളിപ്പോൾ ഇതിലേക്കുള്ള മാവ് റെഡി ആക്കുമ്പോഴേക്കും ഇത് ചൂടാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ മല്ലിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. അപ്പോൾ നമ്മുടെ മസാല അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം അതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ മൈദ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചുടുവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ആ മൈദമാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തുക. അധികം തിന്നാവാതെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വലിയതാക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനും, കാരണം നമുക്ക് ആ സമൂസ മേക്കർ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് കിട്ടണ്ടേ. അപ്പോൾ വലിയ പത്തിരി പരത്തിയിട്ട് വേണം കേട്ടോ ആ ഒരു മേക്കറിൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു മേക്കറിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സമൂസ റെഡിയാക്കുന്നത്. ഇതിൽ 24 സമൂസ ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വലിയ പത്തിരി പരത്തിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഓരോന്നിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പത്തിരിയും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സമൂസ കിട്ടും. അപ്പോൾ മുകളിൽ ഒരു പത്തിരിയും കൂടി വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലതിങ്ങനെ പോന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമൂസയൊക്കെ റെഡിയാക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം.
അപ്പോൾ തന്നെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം കുറച്ച് പാൽപ്പൊടിയും പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് അതൊന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ ലൈമും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. ടേബിളിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് നമുക്ക് പൈനാപ്പിൾ ബത്തക്കൊക്കെ ഉള്ളത്, പിന്നെ ഈത്തപ്പഴം ഉണ്ട്, നമ്മൾ ജ്യൂസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പ് 2ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സച്ചുവിന് ഇന്നലത്തെ അത്ര ഉഷാറില്ലിട്ടെന്ന് ആകെ ക്ഷീണിച്ചിക്കണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ ഓക്കെ, ബായ്.